വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ട്സ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കാഷ്യൂ നട്ട്സ് ഓൾമോസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കാഷ്യൂ നട്ടും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. തേങ്ങയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തേങ്ങ 1 കപ്പ് എന്നുള്ളത് കുറച്ച് കൂടുതലാണ് ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഴം എടുക്കുന്നോ അതനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കിത് ഫില്ലിംഗ് ആയിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ജ്യൂസി ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഉന്നക്കായ ഉണ്ടാക്കാൻ ഞാൻ 4 ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ്. അത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുക്കുള്ള കറുത്ത ഭാഗം, ആ കുരുവുള്ള ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഏത്തപ്പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് ഈ ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏത്തപ്പഴമൊക്കെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഒരു ചെറിയ ബൗള് സൈസിൽ ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് തേങ്ങയുടെ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് നമ്മൾ എത്രത്തോളം വലുപ്പത്തിലാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉന്നക്കായയുടെ ഷേപ്പിൽ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പ് എന്താണ്, അത് എങ്ങനെ എടുക്കാന്നുള്ളത്. ശ്രദ്ധിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇടയ്ക്ക് തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഉന്നക്കായ നന്നായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഉന്നക്കായും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാം. ഉന്നക്കായൊക്കെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നന്നായിട്ട് തിളച്ച എണ്ണയിലിട്ട് ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായയുടെ ടേസ്റ്റ് പഴത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ എടുക്കുന്ന പഴം നല്ല പഴമാണെങ്കിൽ, പ്രത്യേകിച്ച് നാടൻ പഴമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്ന് കുറയും. നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് ഒരേപോലെ മൊരിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.